ഗുഡ് മോർണിംഗ് ടു ഓൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോയിൻറ്റേഴ്സിനെ കുറിച്ചാണ് പ്രതിപാദിച്ചത്. പോയിൻ്ററുകളുടെ ആദ്യ ഭാഗം എന്താണ് പോയിൻ്റർ, ഹൗ വി ക്യാൻ ആക്സസ് എ വാല്യൂ യൂസിങ് എ പോയിൻ്റർ വേരിയബിൾ, വാട്ട് ഈസ് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ കണ്ടത്. പോയിൻ്ററിൻ്റെ ബേസിക്കായുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് മെമ്മറി അലോക്കേഷൻ ഓഫ് വേരിയബിൾസ്, എസ്പെഷ്യലി പോയിൻ്റർ വേരിയബിൾസ്. മെമ്മറി അലോക്കേഷൻ ഓഫ് പോയിൻ്റർ വേരിയബിൾസ്, ആ ഒരു കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടതുമാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം, മെമ്മറി അലോക്കേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ടു: static memory allocation and dynamic memory allocation. Static and dynamic memory allocation. അപ്പോൾ മെമ്മറി അലോക്കേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു: സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഫസ്റ്റ് പാർട്ട്, static memory allocation. As the name suggests, static memory means stationary memory. Static word meaning stationary, fixed memory. Fixed memory allocation ആണെന്ത് static memory allocation എന്ന പേരിൽ അറിയപ്പെടുന്നത്. That memory may be allocated during the compilation time. Compilation itself, the compiler itself known the size and storage of static memory. കമ്പൈലറാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്, സൈസ് അലോക്കേറ്റ് ചെയ്യുന്നത്. കമ്പൈലേഷൻ ടൈമിലാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പാണ് സ്റ്റാറ്റിക് ആയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. സോ അത് ഫിക്സഡ് ആണ്, അത് ചേഞ്ചബിൾ അല്ല. അതുകൊണ്ട് തന്നെ വേസ്റ്റ് ഓഫ് മെമ്മറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സീക്വൻഷ്യലായിട്ടാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്റ്റാറ്റിക് മെമ്മറി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എക്സാമ്പിൾ അറേ എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കാണ്. നമുക്കിവിടെ നോക്കാം, ഇൻറ്റിജർ a 10 ഒരു 10x10 മെട്രിക്സ് ആണിത്. a 10 ഒരു 2 ഡയമെൻഷണൽ അറേ ആണ്. അത് നിങ്ങൾക്കറിയാം, ഹൗ മെനി ബൈറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ ദിസ് അറേ. ഈ അറേക്ക് വേണ്ടിയിട്ട് എത്ര ബൈറ്റ്സ് ആണ് എടുക്കുന്നത്? എത്ര ബൈറ്റ്സ് ആണ് എടുക്കുന്നത്? 10 × 10 × 4, 10 × 10 × 4 bytes. That is equal to 400 bytes. നമ്മളിങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ, പ്രോഗ്രാമിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ, എ എന്ന് പറഞ്ഞ അറേക്ക് വേണ്ടിയിട്ട് അതൊരു ഇൻറ്റിജർ അറേ ആണ്, 10x10 മെട്രിക്സ് ആണ്, 2 ഡയമെൻഷൻ അറേ ആയിട്ട് എടുത്തിരിക്കുന്നു. അപ്പോൾ 10 × 10 100 × 4, ഇൻറ്റിജർ ആയതുകൊണ്ട് 400 ബൈറ്റ്സ് നമുക്ക് വേണ്ടിയിട്ട് മെമ്മറിയിൽ റിസർവ് ചെയ്യും. അത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ആ പ്രോഗ്രാമിൽ 400 ബൈറ്റ്സ് നമ്മൾ റിസർവ് ചെയ്യും. ഓക്കെ, നമ്മൾ ഒരു 3x3 മെട്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഓൺലി 3 × 3 × 4, 9 × 4, 36 ബൈറ്റ്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ ബാക്കി വരുന്ന എല്ലാ ബൈറ്റ്സും എന്താവും? ബാക്കി വരുന്നത് ഇത്രയും വേസ്റ്റ് ആവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ഒരു 2x2 മെട്രിക്സ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ 2 × 2 × 4, അതായത് 16 ബൈറ്റ്സ് മതി നമുക്ക്. ബാക്കി വരുന്ന ബൈറ്റ്സ് മുഴുവൻ, 400 ബൈറ്റിൽ നിന്ന് 16 കഴിച്ചിട്ടുള്ള ബൈറ്റ്സ് മുഴുവൻ എന്താവും? വേസ്റ്റ് ആവും. അതാണ് ഈ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ്റെ ഒരു ഡീമെറിറ്റ്. അപ്പോൾ അതിനാൽ നമ്മൾ അതിനൊരു ഓൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കുന്നതാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അനദർ മെത്തേഡാണ്, രണ്ടാമത്തെ മെത്തേഡാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ദാറ്റ് ഈസ് ആൻ ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. സ്റ്റാറ്റിക് ഫിക്സഡ് ആണെങ്കിൽ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചേഞ്ചബിളാണ്.
memory is allocated during the execution of time. In the case of static, the memory is allocated at the time of compilation. Here it is at the time of execution, that is at the time of run time. Dynamic memory allocation may be at the time of running ടൈമിലാണ് ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ യൂസിങ് പോയിൻ്റർ വേരിയബിൾസ്. പോയിൻ്റർ വേരിയബിൾ വഴിയാണ് നമ്മൾ ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്, സാധാരണ ഓർഡിനറി വേരിയബിൾ ഉപയോഗിച്ചല്ല. സോ അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പോയിൻ്ററിൻ്റെ കൂടെ ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേഷൻ പഠിക്കുന്നത്. ഡൈനാമിക് ആയിട്ടാണ്, അതിന് പ്രത്യേക ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആ ഓപ്പറേറ്റർ വഴിയാണ് നമ്മൾ ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഇൻ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, മെമ്മറി ഈസ് അലോക്കേറ്റഡ് വെൻ ഇറ്റ് ഈസ് നീഡഡ്. ആവശ്യമുള്ള സമയത്ത്, ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് റിക്വയർഡ്. നമുക്ക് മെമ്മറി എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് ഫ്രീ ആക്കുന്നു, റിലീസ് ചെയ്യുന്നു. ആ ഒരു കൺസെപ്റ്റാണ് ഡൈനാമിക് മെമ്മറിക്ക്. നമുക്ക് ആവശ്യമുള്ള മെമ്മറി ആവശ്യമുള്ള സമയത്ത് അലോക്കേറ്റ് ചെയ്തിട്ട് അത് ഫ്രീ ആക്കുന്നു. അപ്പം നമുക്ക് മെമ്മറി നന്നായിട്ട് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുന്നു. ദിസ് ടൈപ്പ് ഓഫ് മെമ്മറി അലോക്കേഷൻ ഈസ് കോൾഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. സോ ദർ ഈസ് നോ ചാൻസ് ടു വേസ്റ്റ് ദ മെമ്മറി. ഓൾസോ ഇറ്റ് ഈസ് നോട്ട് സീക്വൻഷ്യലി അലോക്കേറ്റഡ്. അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് ഡൈനാമിക് മെമ്മറിക്കുള്ളത്. ലിങ്ക്ഡ് ലിസ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മൾ വരുന്ന ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് കാണുന്നതാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള മെമ്മറി അലോക്കേഷനെ കുറിച്ച് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. സ്റ്റാറ്റിക് memory allocated during compilation, whereas in the case of dynamic memory allocation, memory may be allocated at the time of execution. Also, there is a chance of wastage of memory at the time of static memory allocation, but here in the case of dynamic memory allocation, there is no chance to wastage of memory. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇനി രണ്ട് ഓപ്പറേറ്ററുകളെ കുറിച്ച് നമുക്ക് കാണാം. പുതിയ രണ്ട് ഓപ്പറേറ്ററുകളാണ് ന്യൂ ആൻഡ് ഡിലീറ്റ്. ഇതുവരെ നമ്മൾ കുറേയധികം ഓപ്പറേറ്റേഴ്സ്, അരിത്തമെറ്റിക്, ലോജിക്കൽ, റിലേഷണൽ, അങ്ങനെ പറയും നമ്മൾ ഒരുപാട് ഓപ്പറേറ്റേഴ്സൊക്കെ പഠിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ ഫസ്റ്റ് ഇയർ പഠിച്ചു. ലോജിക്കൽ ഓപ്പറേറ്റർ, കണ്ടീഷണൽ ഓപ്പറേറ്റർ, ടീനറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ, അങ്ങനെയൊക്കെ പറയും നമ്മൾ പലതരത്തിലുള്ള യൂണിനറി ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പം ഇപ്പോൾ പുതിയതായിട്ട് പഠിക്കുന്ന രണ്ട് ഓപ്പറേറ്ററാണ് ന്യൂ ആൻഡ് ഡിലീറ്റ്. രണ്ട് കീവേഡ്സ് ആണ്, സ്മോൾ ലെറ്ററിലാണ് അതുകൊണ്ട് എഴുതേണ്ടത്, ഓർത്തിരിക്കുക. അപ്പം റൺ ടൈമിൽ, എക്സിക്യൂഷൻ ടൈമിൽ ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ്, അലോക്കേഷൻ ഓപ്പറേറ്ററാണ് ന്യൂ. ഡി അലോക്കേഷൻ ഓപ്പറേറ്ററാണ് ഡിലീറ്റ്. ദ ഓപ്പറേറ്റർ ന്യൂ ഈസ് എ കീവേഡ് ഇൻ C++ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു അലോക്കേറ്റ് മെമ്മറി ഡ്യൂറിങ് റൺ ടൈം, ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ടൈം, ദാറ്റ് ഈസ് ഡൈനാമിക്ലി. അപ്പോൾ പോയിൻ്ററുകൾ ഉപയോഗിച്ചിട്ടാണ്, പോയിൻ്റർ കൂടി ചേർത്താണ്, പോയിൻ്റർ വേരിയബിൾ ഉപയോഗിച്ചാണ് നമ്മൾ ന്യൂ ഓപ്പറേറ്റർ വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ബീയിങ് ആൻ ഓപ്പറേഷൻ, ദ ഓപ്പറേറ്റർ ന്യൂ ആൻഡ് ദ ഓപ്പറാൻഡ് ഡേറ്റ ടൈപ്പ് കൺസ്റ്റിറ്റ്യൂട്ട് ആൻഡ് എക്സ്പ്രഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ പോയിൻ്റർ വേരിയബിൾ വേണം. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ന്യൂ. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നമുക്ക് നോക്കാം. ഇതാണ് പോയിൻ്റർ വേരിയബിൾ ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ്. ഇതാണ് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് പോയിൻ്റർ വേരിയബിളിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിൻ്റെ സിൻടാക്സ്. ആദ്യം പോയിൻ്റർ വേരിയബിൾ എഴുതുന്നു, ഈക്വൽ സിമ്പിൾ ഇടുന്നു, ന്യൂ എഴുതിയിട്ട് ഏത് തരത്തിലുള്ള ഡാറ്റ ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇൻറ്റിജർ, ക്യാരക്ടർ, ഫ്ലോട്ടിംഗ് പോയിൻറ്റ്, ഡബിൾ പ്രിസിഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ അവിടെ കൊടുക്കുക. പോയിൻ്റർ വേരിയബിൾ ഈക്വൽ ടു ന്യൂ ഡാറ്റ ടൈപ്പ്. ഇതാണ് എൻ്റെ ജനറൽ സിൻടാക്സ്. ന്യൂ എന്ന് പറഞ്ഞ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഓപ്പറേറ്റർ ഇവിടെ പറയുന്ന കറസ്പോണ്ടിങ് ഡാറ്റ ടൈപ്പ് ഏതാണോ അത്രയും ബൈറ്റ്സ്, ഇൻറ്റിജർ ആണെങ്കിൽ 4 ബൈറ്റ്സ്, ക്യാരക്ടർ ആണെങ്കിൽ 1 ബൈറ്റ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണെങ്കിൽ 4 ബൈറ്റ്സ്, ഡബിൾ പ്രിസിഷൻ ആണെങ്കിൽ 8 ബൈറ്റ്സ് ഓഫ് മെമ്മറി ഈ പോയിൻ്റർ വേരിയബിളിന് പോയിൻ്റ് ചെയ്യാനായിട്ട് റിസർവ് ചെയ്യും. ഓൾസോ ദിസ് ന്യൂ ഓപ്പറേറ്റർ റിട്ടേൺസ് ആൻ അഡ്രസ് ദാറ്റ് വിൽ ബി ദ വാല്യൂ ഓഫ് ദിസ് പോയിൻ്റർ വേരിയബിൾ. ഈ പോയിൻ്റർ വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്
ന്യൂ ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്ന അഡ്രസ്സാണ്. മനസ്സിലായോ? ന്യൂ ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്ന അഡ്രസ്സാണ് ഈ പോയിൻ്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത്. ആസ് യു നോ, എ പോയിൻ്റർ വേരിയബിൾ ഓൾവേസ് കണ്ടെയ്ൻസ് ആൻ അഡ്രസ്. അല്ലെങ്കിൽ പോയിൻ്റർ വേരിയബിൾ ഇസ് എ വേരിയബിൾ that stores memory address. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ ന്യൂ ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്ന അഡ്രസ്സാണ് എവിടെ സ്റ്റോർ ചെയ്യുന്നത്? പോയിൻ്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ ന്യൂ ഓപ്പറേറ്ററിൻ്റെ അപ്പുറത്തൊരു ഡാറ്റ ടൈപ്പ് എഴുതിയിട്ടുണ്ട്. ആ ഡാറ്റ ടൈപ്പ് ഏതാണോ ആ ഡാറ്റ ടൈപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്മറിയാണ് ഈ ന്യൂ ഓപ്പറേറ്റർ നമുക്കായിട്ട് പോയിൻ്റർ വേരിയബിളിനായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇത്രയും ഇതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്കത് താഴോട്ട് മനസ്സിലാവും. ഇവിടെ പറയുന്നു പോയിൻ്റർ വേരിയബിൾ ഈസ് യൂസ് ടു ഹോൾഡ് ദ അഡ്രസ് റിട്ടേൺ ബൈ ദ ന്യൂ ഓപ്പറേറ്റർ. ഞാൻ പറഞ്ഞതാണ്. സോ ഇറ്റ് ഷുഡ് ബി ഡിക്ലെയർഡ് എർലിയർ വിത്ത് ദ സെയിം ഡാറ്റ ടൈപ്പ് സ്പെസിഫൈഡ്. അത് മുമ്പേ തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കണം. പോയിൻ്റർ വേരിയബിളാണ് ന്യൂവിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കി, ഇവിടെ എക്സാമ്പിൾ നമുക്ക് നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാവും. സ്ട്രക്റ്റ് കോംപ്ലക്സ് റിയൽ ഇമാജിനറി. അപ്പോൾ ഒരു സ്ട്രക്ചറാണ്, കോംപ്ലക്സ് എന്നൊരു സ്ട്രക്ചറാണ്. അതിന് രണ്ട് പാർട്ടുണ്ട്, റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും. ഒരു കോംപ്ലക്സ് നമ്പറിന് രണ്ട് പാർട്ടുണ്ടെന്നറിയാം. അത് സൂചിപ്പിക്കാനായിട്ട് ഉള്ള ഒരു സ്ട്രക്ചറാണ്. ഷോർട്ട് താഴെയായിട്ട് എഴുതിയിരിക്കുന്നത് ഷോർട്ട് SI_PTR, ഫ്ലോട്ട് FL_PTR, സ്ട്രക്റ്റ് കോംപ്ലക്സ് CX_PTR എന്ന് 3 വേരിയബിൾസ് നമ്മളവിടെ വീണ്ടും ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ആദ്യത്തെ ഷോർട്ട് ഇൻറ്റിജർ പോയിൻ്ററാണ്, അടുത്തത് ഫ്ലോട്ടിംഗ് പോയിൻ്ററാണ്, നെക്സ്റ്റ് ഒരു സ്ട്രക്ചർ പോയിൻ്ററാണ്. കോംപ്ലക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിനെയാണ് അത് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡിക്ലറേഷൻസാണ്. ഇത് 3 ഡിക്ലറേഷൻ, പോയിൻ്റർ വേരിയബിൾ ഡിക്ലറേഷനാണ്. ഇനി തൊട്ട് താഴെ ആ ഡിക്ലെയർ ചെയ്ത വേരിയബിൾസിനെല്ലാം നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയാണ്. പോയിൻ്റർ വേരിയബിളിന് ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുകയാണ്. സീ ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഡൈനാമിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. SIPTR = ന്യൂ ഷോർട്ട്. SIPTR = ന്യൂ ഷോർട്ട്. അടുത്ത FLPTR = ന്യൂ ഫ്ലോട്ട്. CXPTR = ന്യൂ കോംപ്ലക്സ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇവിടെ SIPTR പോയിൻ്റർ വേരിയബിൾ ആണെന്ന് കണ്ടു. അതിന് ഷോർട്ട് എന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ട് ഒരു ഷോർട്ട് ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാനുള്ള 2 ബൈറ്റ്സ് ആണ് ഈ ന്യൂ ഓപ്പറേറ്റർ അലോക്കേറ്റ് ചെയ്യുന്നത്. ഓൾസോ ന്യൂ ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്ന അഡ്രസ്സ് എവിടെ സ്റ്റോർ ചെയ്യും? SIPTRൽ സ്റ്റോർ ചെയ്യും. മനസ്സിലായല്ലോ. സെയിം വേ നിങ്ങൾക്ക് തന്നെ പറയാം. എന്ത് മനസ്സിലാവുന്നു? ഒരു FLPTR എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലോട്ടിംഗ് പോയിൻ്ററാണ്. സോ 4 ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് അതിന് മെമ്മറിയിൽ റിസർവ് ചെയ്തിരിക്കുന്നത്. ആര്? ന്യൂ ഓപ്പറേറ്റർ. ഓൾസോ ഈ ന്യൂ ഓപ്പറേറ്റർ ദാറ്റ് റിട്ടേൺസ് ആൻ അഡ്രസ് ദാറ്റ് വിൽ ബി ദ വാല്യൂ ഓഫ് FLPTR. FLPTR എന്ന് പറഞ്ഞ പോയിൻ്ററിൻ്റെ വാല്യൂ എന്താണ്? ന്യൂ ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്ന അഡ്രസ്സാണ്. സെയിം വേ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറാണെന്ന് കണ്ടു. ആ സ്ട്രക്ചർ എത്ര ബൈറ്റ്സ് എടുക്കും? 2 ഷോർട്ട് ഇൻറ്റിജറാണ് അതിനുള്ള വാല്യൂ. സോ 4 ബൈറ്റ്സ്. റിയലിന് 2 ബൈറ്റ്സ്, ഇമാജിനറിക്ക് 2 ബൈറ്റ്സ്. അങ്ങനെ ടോട്ടൽ എത്ര വരും? 4 ബൈറ്റ്സ്. അതാണ് ആ കോംപ്ലക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ 4 ബൈറ്റ്സ് ആണ്. ആ 4 ബൈറ്റ്സ് ഈ CXPTR പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്യും. ഓൾസോ ന്യൂ ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത്? അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് CXPTRലേക്ക് സ്റ്റോർ ചെയ്യും. അതിൽ തൊട്ട് താഴെയുള്ള ഫിഗറിൽ അത് ക്ലിയർ ആണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് നോക്കിയാൽ എളുപ്പത്തിൽ പിടികിട്ടും. SIPTRൻ്റെ വാല്യൂ 1000. സോ വാട്ട് ഈസ് 1000? ഈ SIPTR പോയിൻ്റ് ചെയ്യുന്ന 2 ലൊക്കേഷൻ ഷോർട്ട് ഇൻറ്റിജർ ആണ് 2 ബൈറ്റ്സ്. അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്, ബേസ് അഡ്രസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ 1000 വന്നത്. സോ SIPTR പോയിൻറ്റിങ് ടു ദീസ് ലൊക്കേഷൻസ്. അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ് മതി. അതാണ് ബേസ് അഡ്രസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. സെയിം വേ FLPTR ഈസ് എ ഫ്ലോട്ടിംഗ് പോയിൻ്റർ. സോ 4 ബൈറ്റ്സ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് പോയിൻറ്റിന് 4 ബൈറ്റ്സ് ഉണ്ട്. 1010, 1011, 1012, 1013. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ് ഇവിടെ വന്നത്, FLPTRൽ വന്നത്.
ക്ലിയർ ആയല്ലോ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1010 എവിടെ വരും? FLPTR വരും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ, മേളിൽ എഴുതിയിരിക്കുന്നതിൻ്റെ മീനിങ് അതാ. ഇനി അടുത്തതായിട്ട് നോക്കി, CXPTR എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറിനെയാണ് അത് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 പാർട്ടുണ്ട്, റിയൽ ആൻഡ് ഇമാജിനറി. റിയൽ ഷോർട്ട് ഇൻറ്റിജർ ആയതുകൊണ്ട് 2 ബൈറ്റ്, ഇമാജിനറി ഷോർട്ട് ഇൻറ്റിജർ ആയതുകൊണ്ട് 2 ബൈറ്റ്. സ്റ്റാർട്ട് ചെയ്യുന്നത് 1200. അപ്പോൾ സ്റ്റാർട്ടിങ് അഡ്രസ്സ് എവിടേക്ക് കൊടുക്കും? CXPTR കൊടുക്കും. സോ CXPTR ഈ ലൊക്കേഷനെ പോയിൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ ആസ്ട്രിക്സ് ഇട്ടാൽ നമുക്കിതിന് കിട്ടും. അങ്ങനെ ആസ്ട്രിക്സ് വഴി ആസ്ട്രിക്സ് CXPTR എന്ന് പറഞ്ഞാൽ ഇതിലെ വാല്യൂ, ആസ്ട്രിക്സ് FLPTR എന്ന് പറഞ്ഞാൽ ഇതിലെ വാല്യൂ, ആസ്ട്രിക്സ് SIPTR എന്ന് പറഞ്ഞാൽ ഇതിലെ വാല്യൂ. അങ്ങനെ നമുക്ക് വാല്യൂ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ വഴി ആക്സസ് ചെയ്യാം. അപ്പോൾ മെമ്മറി ഇങ്ങനെയാണ് നമ്മൾക്ക് വേരിയബിൾസിനൊക്കെ, പോയിൻ്റർ വേരിയബിൾസിന് ഡൈനാമിക്കായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. ആവശ്യമുള്ള മെമ്മറി, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആയാൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റിൻ്റെ മെമ്മറി വരും, ഇൻറ്റിജർ ആണെങ്കിൽ അത്രയും, ഷോർട്ട് ഇൻറ്റിജർ ആണെങ്കിൽ അങ്ങനെ, ഏത് ഒരു സ്ട്രക്ചർ ആയപ്പോൾ അങ്ങനെ ഏത് തരത്തിലുള്ള ഡാറ്റ ടൈപ്പിൻ്റെയും മെമ്മറി നമുക്ക് ആവശ്യമുള്ളപ്പോൾ, ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് നീഡഡ്, ആവശ്യമുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡൈനാമിക്കായിട്ട് ന്യൂ ഓപ്പറേറ്റർ വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത സെക്ഷൻ നോക്കാം. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കാണുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷൻ. 2 bytes of locations for short data type is allocated at the address 1000 and it is stored in SIPTR. ഇപ്പോൾ പറഞ്ഞത് ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു തീർന്നതേ ഉള്ളൂ. Similarly 4 bytes for FLPTR. The starting address is 1010. Same way 4 bytes 2 short type ഡാറ്റയാണ്. 2 + 2 4 bytes. Starting address 1200 for CXPTR. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ന്യൂ ഓപ്പറേറ്റർ വഴി നമ്മൾ ഡൈനാമിക്കായി മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ അഡ്രസ്സ്, സ്റ്റാർട്ടിങ് അഡ്രസ്സ് വേരിയബിളിലേക്ക്, പോയിൻ്റർ വേരിയബിളിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. ഇനി അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ ആണ് നമുക്ക് SIPTR = 247 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ വാല്യൂ എന്ത് വരും? 247 എന്ന് വരും. 247. അതുപോലെ CIN/FLPTR എന്നാണ് തൊട്ട് താഴെ പറയുന്നത്. അപ്പോൾ നമ്മൾ റീഡ് ചെയ്യുന്ന വാല്യൂ സേ 2000 അങ്ങനെയാണെങ്കിൽ ഇവിടെ FLPTRൽ എന്ത് വരും? ഇവിടെ 2000 എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് 2000 റീഡ് ചെയ്താൽ, അതുപോലെ ഇവിടെ റീഡ് ചെയ്യുന്ന വാല്യൂ ആണ് ഈ CXPTR പോയിൻ്റ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് വാല്യൂസ് റീഡ് ചെയ്തോ ഇനിഷ്യലൈസ് ചെയ്തോ ഒക്കെ നമുക്ക് പോയിൻ്റർ വേരിയബിൾസിലേക്ക് വാല്യൂ കൊടുക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? SIPTR 247 എന്ന് പറഞ്ഞാൽ ആ SIPTR പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷൻ്റെ വാല്യൂ 247 അതുപോലെ CIN*FLPTR എന്ന് പറഞ്ഞാൽ FLPTR എന്ന് പറഞ്ഞ പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലേക്കുള്ള വാല്യൂ നമുക്ക് റീഡ് ചെയ്യാം, അവിടെ അത് പോയി സ്റ്റോർ ചെയ്തോളും. അതിൻ്റെ ജനറൽ സിൻടാക്സ് ആണ് വാല്യൂം കൂടി റീഡ് ചെയ്യുന്നത്. പോയിൻ്റർ വേരിയബിൾ = ന്യൂ ഡാറ്റ ടൈപ്പ് വിതിൻ ബ്രാക്കറ്റ് വാല്യൂ. ഇത് മീൻ ചെയ്യുന്നത് എന്താണ്? ഈ പോയിൻ്റർ വേരിയബിൾ, ഒരു പോയിൻ്റർ വേരിയബിൾ ഉണ്ട്, ന്യൂ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നു? ദാറ്റ് റിസർവ്സ് ദിസ് മച്ച് എമൗണ്ട് ഓഫ് മെമ്മറി. അതായത് ഡേറ്റ ടൈപ്പിൽ ഏത് ഡേറ്റ ടൈപ്പാണോ പറയുന്നത് ആ ഡേറ്റ ടൈപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്മറി ന്യൂ ഓപ്പറേറ്റർ അലോക്കേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ന്യൂ ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്ന അഡ്രസ്സ് ഈ പോയിൻ്റർ വേരിയബിൾ സ്റ്റോർ ചെയ്യും. ഓൾസോ ഇവിടെ ഒരു ബ്രാക്കറ്റിൽ വാല്യൂ എന്ന് കൊടുത്തിരിക്കുന്നു. ആ വാല്യൂ എന്താണ്? ഇനിഷ്യൽ വാല്യൂ ആണ്. ഇനിഷ്യലി പോയിൻ്റർ വേരിയബിൾ പോയിൻ്റ് ചെയ്യുന്ന വാല്യൂ. പിന്നെ അത് 2 കാര്യം കൂടായി, അലോക്കേഷനുമായി ഇനിഷ്യലൈസേഷനുമായി. പോയിൻ്റർ വേരിയബിൾ ക്രിയേഷനായി, മെമ്മറി അലോക്കേഷനായി, അതിന് ഇനിഷ്യൽ വാല്യൂ കൊടുക്കുകയായി. ഈ 3 കാര്യങ്ങൾ ആ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങ് ചെയ്യുവാണെന്നേ ഉള്ളൂ. നേരത്തെ 2 ആയിട്ട് എഴുതാം നമുക്ക്, ഇല്ലെങ്കിൽ ഈ ഒറ്റ അടിക്ക് ഇതുപോലെ ഈ സിൻടാക്സിൽ പറയുന്നത് പോലെ എഴുതാം. See the example. SIPTR = new short 0. നിങ്ങൾ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കും? SIPTR എന്ന് പറഞ്ഞൊരു പോയിൻ്റർ വേരിയബിൾ ആണ്.
ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ 2 ബൈറ്റ്സ് ഓഫ് മെമ്മറി, 2 ബൈറ്റ് മെമ്മറി നമ്മൾ എന്ത് ചെയ്യുന്നു, SIPTR വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ന്യൂ ഓപ്പറേറ്റർ അലോക്കേറ്റ്സ് 2 ബൈറ്റ്സ് ഓഫ് മെമ്മറി ഫോർ ദ പോയിൻ്റർ വേരിയബിൾ SIPTR ആൻഡ് ഓൾസോ 0 ഈസ് ദ ഇനിഷ്യൽ വാല്യൂ പോയിൻറ്റിംഗ് ടു SIPTR. SIPTR പോയിൻ്റ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് വാല്യൂ എന്താണ്, 0 ആണ്. ഇനിഷ്യൽ വാല്യൂ ഓഫ് SIPTR പോയിൻ്റ് ചെയ്യുന്ന അതൊരു പോയിൻ്ററാണ്, പോയിൻ്റ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് വാല്യൂ 0 ആണ്. 2 ബൈറ്റ്സ് നമ്മൾ ന്യൂ ഓപ്പറേറ്റർ വഴി SIPTRന് അലോക്കേറ്റ് ചെയ്യുന്നു. സെയിം വേ FLPTR ഈസ് ഓൾസോ എ പോയിൻ്റർ വേരിയബിൾ ദാറ്റ് പോയിൻറ്റിംഗ് ടു എ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ലൊക്കേഷൻ വിത്ത് ഇനിഷ്യൽ വാല്യൂ 3.14. The new operator allocates 4 bytes of memory for the pointer FLPTR and it returns an address that will be the value of FLPTR. FLPTRൽ ന്യൂ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്ന അഡ്രസ്സാണുള്ളത്. സോ FLPTR എന്തായിട്ട് മാറി, ഒരു പോയിൻ്ററായിട്ട് മാറി. അപ്പം ആ FLPTR ഒരു ലൊക്കേഷനെ പോയിൻ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അഡ്രസ്സാണ് ന്യൂ ഓപ്പറേറ്റർ FLPTRലേക്ക് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ ലൊക്കേഷനിലെ വാല്യൂ എന്താണ്, 3.14. ഇവിടെയായിട്ട് നമുക്ക് ആ പഴയ ഫിഗറിൽ നോക്കിയാൽ അത് ക്ലിയർ ആയി പറഞ്ഞുതരാം. ഇവിടെ FLPTR ന്യൂ ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്ന അഡ്രസ്സ് എന്താണ്, 1010. അതെവിടേക്ക് വന്ന് വീഴും, FLPTRൽ വന്ന് വീഴും. സോ FLPTR പോയിൻറ്റിംഗ് ടു ദിസ് ലൊക്കേഷൻ, ഈ ലൊക്കേഷനിലെ വാല്യൂ ആണ് 3.14. നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു അവിടെ 3.14. ക്ലിയർ ആയല്ലോ, അപ്പം മനസ്സിലായോ? ഇവിടെ SIPTRൽ ഈ ലൊക്കേഷന് 1000 എന്ന അഡ്രസ്സുണ്ട്, അതിനകത്ത് സ്റ്റാർട്ടിംഗ് വാല്യൂ 0 കൊടുത്തിരിക്കുന്നു. സോ SIPTR is a pointer variable that contains the value 1000 and it is a pointer pointing to a short integer and having a value initial value 0. സോ ആസ്ട്രിക്സ് SIPTR എന്ന് പറഞ്ഞാലാണ് 0 വരുന്നത്. SIPTR 1000 ആണ്, അതുപോലെ FLPTR 1010 ആണ്. ആസ്ട്രിക്സ് FL_PTR എന്ന് പറഞ്ഞാൽ 3.14. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ SIPTR ഈക്വൽ ടു ന്യൂ ഷോർട്ട് 0 എന്ന് പറയുമ്പോൾ SIPTRലെ വാല്യൂ ആ ലൊക്കേഷൻ്റെ ഷോർട്ട് ഇൻറ്റിജർ 2 ബൈറ്റ് ഉള്ള ഷോർട്ട് ഇൻറ്റിജർ ലൊക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ ആണ്, അതാണ് 1000. അപ്പോൾ ഇത് പോയിൻ്ററായി മാറി, ഒരു അഡ്രസ്സ് അവിടെ ഇരിക്കുന്നത്, അത് പോയിൻ്റ് ചെയ്ത ലൊക്കേഷൻ്റെ വാല്യൂ ആണ് 0. അതുപോലെ FLPTR എന്ന് പറയുന്നത് 1010 ആണ്. ആ 1010 എന്താണ്, ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് 4 ബൈറ്റ്സ് ഉള്ള ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ലൊക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ്. അപ്പം FLPTRൽ ഒരു അഡ്രസ്സ് വന്നു, അതൊരു പോയിൻ്ററായി, അത് പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനകത്തെ വാല്യൂ ആണ് 3.14. സോ ആസ്ട്രിക്സ് ഇങ്ങനെ എഴുതാം, FL_PTR ഈക്വൽ ടു എന്താണ്, 3.14. അതുപോലെ ഇവിടെ നമുക്ക് എഴുതാം ആസ്ട്രിക്സ് ഇടണേ, വെറുതെ എഴുതിയാൽ അത് അഡ്രസ്സാണ്. SIPTR എന്ന് പറഞ്ഞാൽ 0. ഇപ്പോൾ കാര്യം പിടികിട്ടി കാണും. വെറുതെ SIPTR എന്ന് പറഞ്ഞാൽ എന്താണ്, അതും കൂടെ എഴുതിയേക്കാം. SIPTR എന്ന് പറഞ്ഞാൽ അപ്പുറത്തുണ്ട് 1000 ആണ്, ആ ഡയഗ്രത്തിലുണ്ട്. അതുപോലെ FLPTR എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും, 1010 ആണ്. കാര്യങ്ങൾ പിടികിട്ടി കാണുമല്ലോ.
ഇതാണ് CPTR നമ്മൾ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുപോലെ FLPTR എന്ന് പറഞ്ഞാൽ അതിനകത്തും അഡ്രസ്സാണ്. ഈ പോയിൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവും? അത് വാല്യൂവിനെ പോയിൻ്റ് ചെയ്യും. ആ ഇനിഷ്യൽ വാല്യൂ ആണ് ഇവിടെ 0, 3.14 എന്നൊക്കെ പറഞ്ഞ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വ്യക്തമായല്ലോ. അങ്ങനെ ഇനിഷ്യൽ വാല്യൂ നമുക്ക് ഒറ്റയടിക്ക് കൊടുക്കാം. ന്യൂ ഓപ്പറേറ്റർ വഴി അലോക്കേറ്റും ചെയ്യാം. ഇനി വൺസ് യു ഹാവ് അലോക്കേറ്റഡ് മെമ്മറി, യു ഷുഡ് ഹാവ് ടു ഡിലീറ്റ് അല്ലെങ്കിൽ ഡി അലോക്കേറ്റ് ദ അലോക്കേറ്റഡ് മെമ്മറി. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ ഡൈനാമിക്കായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അത് റിലീസ് ചെയ്യണം, അത് ഡി അലോക്കേറ്റ് ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഡിലീറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അത് ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് ആണ് ഡിലീറ്റ് പോയിൻ്റർ വേരിയബിൾ. പോയിൻ്റർ വേരിയബിൾ എഴുതിയാൽ മാത്രം മതിയാവും. ഡിലീറ്റ് SIPTR, ഡിലീറ്റ് FLPTR, CXPTR എന്നൊക്കെ എഴുതിയിരിക്കുന്നു. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെമ്മറി ഡി അലോക്കേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചാണ് ഉപയോഗിക്കുന്നത്, ന്യൂ ഓപ്പറേറ്ററും ഡിലീറ്റ് ഓപ്പറേറ്ററും. അതാണ് നമ്മൾ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഹെഡിങ്ങിൽ തന്നെ പറഞ്ഞു, ഡൈനാമിക് ഓപ്പറേറ്റേഴ്സ് ന്യൂ ആൻഡ് ഡിലീറ്റ്. അത് രണ്ടും ഒരുമിച്ചൊരു പെയർ പോലെ ഉപയോഗിക്കുന്നതാണ്. ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്ത മെമ്മറിയെ നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി ഡി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. ആ കാര്യങ്ങളെല്ലാം ക്ലിയറായി. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു പെയറായിട്ടാണ്. എപ്പോൾ നമ്മൾ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് മെമ്മറി ക്രിയേറ്റ് ചെയ്താലും അത് ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാൻ മറക്കരുത്. ഇല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് കൂടിക്കൊണ്ടിരിക്കും. ആ മെമ്മറി റിലീസ് ചെയ്യാതെ വരും. അങ്ങനെ വരുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് മെമ്മറി ഫ്രീ ആകാത്തതുകൊണ്ട് മെമ്മറി തികയാതെ വരും. എ ബ്ലോക്ക് ഓഫ് മെമ്മറി ദാറ്റ് ഈസ് ലെഫ്റ്റ് അൺയൂസ്ഡ്. അപ്പം വേസ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് മെമ്മറി ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് മെമ്മറി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇത് ഡി അലോക്കേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ്, ജസ്റ്റ് പ്രോഗ്രാം ക്വിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഈ അലോക്കേറ്റ് ചെയ്ത മെമ്മറിയെ ഫ്രീ ആക്കണം, റിലീസ് ചെയ്യണം. അത് ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇങ്ങനെ അലോക്കേഷൻ കൂടി വരുന്നതനുസരിച്ച് മെമ്മറി കുറയും. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഫ്രീ മെമ്മറി ഇല്ലാതായി വരും. അപ്പോൾ മെമ്മറി അലോക്കേറ്റ് ചെയ്ത മെമ്മറിയുടെ ഹീപ്പ് അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? This memory block is allocated on each execution of the program and the size of the offhand block is increased. ഓരോ പ്രാവശ്യവും ഈ ഉപയോഗിച്ച മെമ്മറി, നമ്മൾ ഉപയോഗിക്കാനെടുത്ത റിസർവ് ചെയ്ത മെമ്മറി കൂടിക്കൊണ്ടേ വരും. Thus a part of the memory seems to be disappear on every run of the program. ഓരോ പ്രാവശ്യവും ഈ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം റൺ ചെയ്യുന്നതനുസരിച്ച് മെമ്മറി തീർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷനാണ് മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ന്യൂ ഓപ്പറേറ്റർ നിങ്ങൾ എപ്പോൾ ഉപയോഗിച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നോ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് അതങ്ങ് ഡിലീറ്റ് ചെയ്യണം, അതങ്ങ് റിലീസ് ചെയ്യണം. അപ്പോൾ ഈ സിറ്റുവേഷൻ വരത്തില്ല. സോ വാട്ട് ഈസ് മെമ്മറി ബ്ലോക്ക് എന്നുള്ളത് ഇത് നോക്കി, അല്ല മെമ്മറി ലീക്ക് നമ്മൾ ഇത് നോക്കി പഠിക്കേണ്ടിയിരിക്കുന്നു. അത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് മെമ്മറി ലീക്ക്? ഇഫ് ദ മെമ്മറി അലോക്കേറ്റഡ് യൂസിങ് ന്യൂ ഓപ്പറേറ്റർ ഈസ് നോട്ട് ഫ്രീഡ് using delete, that memory is said to be an offhand memory block. That is a block of memory that is left unused and but not released for further allocation. This memory block is allocated on each execution of the program and the size of the offhand block is increased. So the memory seems to be disappear on every run. This situation is called memory leak. അപ്പോൾ അത് പഠിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് എപ്പോഴൊക്കെ നമ്മൾ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നോ അപ്പോഴൊക്കെ നമ്മൾ എന്ത് കൂടെ ചെയ്താൽ മതി? ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ മിസ് മാച്ച് ഒന്നും വരത്തില്ല. എത്ര ന്യൂ ഉണ്ടോ അത്ര ഡിലീറ്റ് ചെയ്താൽ.
Next, operations on pointers. Arithmetic operations on pointers. Plus and minus. Addition and subtraction. രണ്ട് arithmetic operators ആണുള്ളത്. Addition and subtraction. അപ്പോൾ ഇവിടെ നമ്മളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എഴുതിയിരിക്കുന്നത്. SIPTR +1. അടുത്തതിൽ Cout FLPTR +1. എന്താണ് വാട്ട് ആക്ച്വലി ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഡൂയിങ്? എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. 1 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ പോയിൻ്റർ വേരിയബിളിനകത്ത് 1 ആഡ് ചെയ്യുക. പോയിൻ്റർ വേരിയബിൾ നമുക്കറിയാം, ദാറ്റ് ഇറ്റ് ഈസ് ആൻ അഡ്രസ്. SIPTR എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതി 1000 ആണ്. FLPTR എന്ന് പറഞ്ഞാൽ 1010 ആണ് എന്നെഴുതി. അപ്പോൾ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 1 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇതിൻ്റെ ഡേറ്റ ടൈപ്പിൻ്റെ സൈസ് ആഡ് ചെയ്യുക എന്നാണ്. ഡേറ്റ ടൈപ്പ് ഏതാണ്? SIPTR ഷോർട്ട് ഇൻറ്റിജർ ആണ്. അതിൻ്റെ സൈസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ 1 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം 2 ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി FLPTR +1 എന്ന് പറഞ്ഞാൽ FLPTRൻ്റെ സൈസ് എന്താണ്? 4 ബൈറ്റ്സ് ആണ്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണല്ലോ അത്. ഫ്ലോട്ടിംഗ് പോയിൻ്ററാണ്. സോ FLPTR എന്ന് പറഞ്ഞാൽ 4 ബൈറ്റ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ സോ അവിടെ 1 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 4 ആഡ് ചെയ്യുന്നതിന് തുല്യമാണ്. മനസ്സിലായോ? അപ്പം 1 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് മിയർ 1. ഒരു 1 നോർമൽ 1 അല്ല. അവിടെ ഏത് ഡേറ്റ ടൈപ്പാണെന്ന് നിങ്ങൾ നോക്കണം. ആ പോയിൻ്റ് ചെയ്യുന്നത്. അപ്പം ആ ഡേറ്റ ടൈപ്പിൻ്റെ സൈസാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. ഇൻറ്റിജർ ആണെങ്കിൽ 4 ആണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് 1 ആഡ് ചെയ്യാൻ. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണെങ്കിൽ 4 ആണ് ആഡ് ചെയ്യുന്നത്. ക്യാരക്ടർ ആണെങ്കിൽ 1 ആണ്. ഷോർട്ട് ഇൻറ്റിജർ ആണെങ്കിൽ 2 ആണ്. അങ്ങനെ ഓരോ കേസിലും ഡേറ്റ ടൈപ്പ് ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ സൈസാണ് ആഡ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ പറയുന്നത്. ആഡിങ് 1 to a pointer is not the same as adding 1 to an integer or float type data. But when 1 is added to a short integer type pointer, actually its size 2 is to be added to the address contained in the pointer variable. അപ്പോൾ ഷോർട്ട് ഇൻറ്റിജർ ആയതുകൊണ്ട് അതിൻ്റെ സൈസ് 2 ബൈറ്റ്സ് ആയതുകൊണ്ട് 1 ആഡ് ചെയ്യുക. ഒരു ഷോർട്ട് ഇൻറ്റിജർ പോയിൻ്റർ വേരിയബിളിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 ആണ് ആഡ് ചെയ്യുന്നത്. സെയിം വേ ഇൻറ്റിജർ ആണെങ്കിൽ 4 ആണ് ആഡ് ചെയ്യുന്നത്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണെങ്കിൽ 4 ആണ് ആഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ FLPTR +1 എന്ന് പറഞ്ഞാൽ 1010 + 4 1014 വരും. ഇനി SIPTR +5 എന്താണെന്ന് നോക്കാം. അപ്പം 1 2 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 5 എത്ര ആഡ് ചെയ്യും? 5 × 2 10. അപ്പം എങ്ങനെ വരും വാല്യൂ? 1000 + 10. അങ്ങനെയാണ് 1010 വരും. ഇനി FLPTR +3 എന്താണെന്ന് നോക്കിയേ. 3 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 3 എന്ന് പറയുമ്പോൾ 3 × 4 12 വരും. അപ്പോൾ 1010 + 12 1022 എന്ന് വരും. അങ്ങനെ സിമിലർലി വി ക്യാൻ ആഡ് എനി വാല്യൂ, എനി നമ്പർ, ഏത് നമ്പർ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ബേസ് ഏത് ടൈപ്പാണോ, ഏത് ബേസിക് ഡേറ്റ ടൈപ്പാണോ അവിടെ ഉള്ളത്, ഡേറ്റ ടൈപ്പ് ഏതാണെന്ന് നോക്കുക. ആ ഡേറ്റ ടൈപ്പിൻ്റെ സൈസ് നോക്കുക. ബേസിക് ആയാലും ഡിറൈവ്ഡ് ആയാലും എന്തായാലും ഡേറ്റ ടൈപ്പിന് ഏതാണെന്ന് നോക്കുക. അതിൻ്റെ സൈസ് നോക്കുക. ആ സൈസാണ് 1 ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതിനനുസരിച്ച് നമുക്ക് ഏതും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയ എക്സാമ്പിളാണ് കാണുന്നത്. ഇത് നോക്കിയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ഈ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം 3-4 സ്റ്റേറ്റ്മെൻറ്റ് വഴി. 2 പോയിൻ്റർ വേരിയബിളിലൂടെ പറഞ്ഞിരിക്കുന്നു. PTR1 PTR2. ഡിക്ലറേഷൻ ഓഫ് 2 ഇൻറ്റിജർ പോയിൻറ്റേഴ്സ്. *PTR1 *PTR2 എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ഇൻറ്റിജർ പോയിൻ്റ്. തൊട്ട് താഴെ PTR1 = new * 5. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞു ഏത് തരത്തിലുള്ള ഒരു ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതുപോലെ ഒരു മെമ്മറി അലോക്കേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൂടെയാണ്. PTR1 is a pointer variable. അതിന് ന്യൂ ഓപ്പറേറ്റർ 4 ബൈറ്റ്സ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും.
PTR1 പോയിൻ്റ് ചെയ്യുന്ന ലൊക്കേഷനിലെ സ്റ്റാർട്ടിംഗ് വാല്യൂ 5 ആണ്. ഡൈനാമിക്കലി അലോക്കേറ്റഡ് 4 bytes of memory for the variable pointer variable PTR1, and this pointer variable PTR1 pointing to a value initial value 5 എന്നാണ് അതിൻ്റെ മീനിങ്. PTR1ൽ ഈ ന്യൂ ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്ന അഡ്രസ് 1000 ആണെന്ന് വിചാരിക്കുക. ലെറ്റ് ഇറ്റ് ബി 1000. അപ്പം PTR1ൻ്റെ വാല്യൂ എന്താണ്? 1000. അത് നിങ്ങൾ ഓർത്തിരിക്കുക. PTR1 എന്തായി മാറി? 1000. ഓക്കെ. ആസ്ട്രിക്സ് PTR1 ഇപ്പോൾ നിങ്ങൾക്ക് പറയാമല്ലോ 5. അവിടെ ഇനിഷ്യൽ വാല്യൂ കൊടുത്തിരിക്കുന്നത് വേണ്ട 5. PTR1ൽ ഈ ന്യൂ ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് വാല്യൂ ആണ്. അതുകൊണ്ട് ലെറ്റ് ഇറ്റ് ബി 1000 എന്ന് എടുത്തു നമ്മൾ. ആസ്ട്രിക്സ് PTR എന്ന് പറഞ്ഞാൽ അത് പോയിൻ്റ് ചെയ്യുന്ന വാല്യൂ 5 ആണ്. ഇൻറ്റിജർ ആയതുകൊണ്ട് 4 bytes ആണ് അതിന് റിസർവ് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായി. ഇനി PTR2 എന്താണെന്ന് നോക്കാം. PTR2 എന്ന് പറയുന്നത് PTR+1 എന്നാണ് എഴുതിയിരിക്കുന്നത്. PTR1ൽ എന്തുണ്ട്? 1000 ഉണ്ട്. അപ്പോൾ PTR2 എന്തായിട്ട് മാറും? PTR2 എന്തായിട്ട് മാറും? PTR2 എന്താണ്? PTR+1 എന്നല്ലേ പറയുന്നത്. അപ്പോൾ 1 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ആയതുകൊണ്ട് 4 ആഡ് ചെയ്യുന്നതിന് തുല്യമാണ്. 1004 PTR2 and 1004 അതാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഇനി വീണ്ടും PTR2 ഇൻക്രിമെൻറ്റ് ചെയ്തിയാണ്. പ്ലസ് PTR2 എന്ന് പറഞ്ഞാൽ PTR2 ഈക്വൽ ഇതിൻ്റെ മീനിങ് എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ PTR2 ഈക്വൽ ടു PTR2 + 1. ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ പ്രീഫിക്സ് ആണ്. പ്രീ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ 1 ആഡ് ചെയ്ത് അതിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ PTR2 എന്തായി? PTR2 എന്തായിട്ട് മാറി? 1 ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ 4 ആഡ് ചെയ്യുക. അപ്പോൾ 1004 ഉണ്ട്. അത് 1008 ആയി. മനസ്സിലായല്ലോ? ഇങ്ങനെ PTR1ൽ 1000, PTR2ൽ ഇപ്പം നിലവിൽ 1008 ആയി. ഒരു പ്രാവശ്യം PTR4 ആയതാണ്, പിന്നെ 8 ആയി. ഇനി അതൊക്കെ പ്രിൻറ്റ് ചെയ്യുകയാണ്. ഇവിടെയൊക്കെ എഴുതി കഴിഞ്ഞു. PTR1 പ്രിൻറ്റ് ചെയ്താൽ എന്ത് വരും? 1000. താഴോട്ട് റിസൾട്ട് എഴുതിയിട്ടുണ്ട്. രണ്ടാമത് ആസ്ട്രിക്സ് PTR1 5 ഇവിടെ നമ്മൾ എഴുതി. മൂന്നാമത് PTR2 നമ്മളിപ്പോൾ എഴുതിയതേ ഉള്ളൂ. PTR2 ഇതിൽ തെറ്റാണ്. PTR2 1008ലാണ് വന്ന് നിൽക്കുന്നത്. 1008 4 ആയിരുന്നു. വീണ്ടും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതുകൊണ്ട് 8 ആയിട്ട് മാറി. ഇല്ലെങ്കിൽ 4 ആയിരുന്നു. അപ്പോൾ വാല്യൂസ് പിടികിട്ടിയല്ലോ. ഇത് PTR1 1000. ആസ്ട്രിക്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് പോയിൻ്റ് ചെയ്യുന്ന വാല്യൂ 5. PTR2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1008. ഇനി ആസ്ട്രിക്സ് PTR2നെ കുറിച്ച് പറയുന്നു. 1008ൽ ഏത് വാല്യൂ ഉള്ളതെന്ന് അത് റീഡ് ചെയ്യാണ്. അവിടെ നമ്മൾ ലെറ്റ് ഇറ്റ് ബി എന്നല്ല പറയുന്നത്, റീഡ് ചെയ്യുന്നു. റീഡ് ചെയ്തത് 12 ആണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആസ്ട്രിക്സ് PTR2ൽ എന്ത് വരും? നമുക്ക് താഴോട്ട് എഴുതാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. അവിടെ റീഡ് ചെയ്യാൻ ലെറ്റ് ഇറ്റ് ബി 12 എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആസ്ട്രിക്സ് PTR2 12 ആസ്ട്രിക്സ് ഉണ്ട്. മറ്റേ അഡ്രസ്സ് 12. എന്ന് വന്നു. ഇനി നമ്മൾ വീണ്ടും അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, 2 സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. PTR1 1000, ആസ്ട്രിക്സ് PTR1 5, PTR2 1008, ആസ്ട്രിക്സ് PTR2 ലെറ്റ് ഇറ്റ് ബി 12 എന്ന് നമ്മളെടുത്തു. ഇനി അടുത്ത 2 സ്റ്റേറ്റ്മെൻറ്റ് ഡിഫറൻസ് ഒന്ന് നോക്കണേ. ക്ലിയർ ആയോ എന്ന് അറിയണമെങ്കിൽ. സി ഔട്ട് ആസ്ട്രിക്സ് PTR1 + 1. ആസ്ട്രിക്സ് PTR1 എന്താണ്? യു നോ ദാറ്റ് ഇറ്റ് ഈസ് 5. 5 + 1 6. 5 + 1 6. ഇതിൻ്റെ ആൻസർ 6 ആണ്. ഇനി അടുത്തതിനകത്തൊരു ബ്രാക്കറ്റിനുള്ളിലാണ് PTR+1 2 എന്ന് എഴുതിയേക്കുന്നത്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആസ്ട്രിക്സ് PTR1 ആണ് 5. PTR1 എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് PTR1? 1000. അഡ്രസ്സാണ്. 1000 + 2. അഡ്രസ്സിനോട് 2 ഇൻക്രിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചു? ഇൻറ്റിജർ പോയിൻ്റർ ആണത്. 2 ഇൻക്രിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആയിട്ട് ആക്ച്വലി
2 into 4 8 ആണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് 1000 plus 8. അപ്പോൾ എന്ത് വരും? 1008. അതാണ്ട് 1008. അവിടെ എന്നാ വാല്യൂ നമ്മൾ പറഞ്ഞ 12 എന്നാണ് പറഞ്ഞു. അപ്പോൾ ദാറ്റ് ഡിസ്പ്ലേസ് 12 എന്ന് പറഞ്ഞു. അപ്പം ഈ 1008 പോയിൻ്റ് ചെയ്യുന്ന വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ഇവിടെ 5 + 1 6. ഇവിടെ ആദ്യം നമ്മൾ ഈ ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റിൽ PTR 1ൻ്റെ വാല്യൂ അത് പോയിൻ്ററാണ് 1000. +2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മിയർലി നോട്ട് ആഡഡ് 2 അല്ല ആഡ് ചെയ്യുന്നത്, 2 into 4 ആണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആയതുകൊണ്ട് അതിൻ്റെ സൈസ് 4 ആണ്. 4 into 2 8 ആണ്. 8 ആഡ് ചെയ്യുമ്പോൾ 1008 വരും. ആ 1008 ലൊക്കേഷനിൽ ഏത് വാല്യൂ കിടക്കുന്നത് നമ്മൾ അസ്യൂം ചെയ്തു ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ 12 ആണെന്ന്. അപ്പം നമ്മളങ്ങനെ വാല്യൂ എടുക്കുന്നു. ഇതെന്താ പറയുന്നത്? ഈ അഡ്രസ്സ് 12 ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഉള്ളൂ ഇതിൽ. PTR1 മൈനസ് എന്താണ്? നമ്മൾ ആഡ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സബ്ട്രാക്റ്റും ചെയ്യാം. അഡീഷൻ പോലെ തന്നെ പോസിബിളാണ് സബ്ട്രാക്ഷൻ. ഇതൊരു പോസ്റ്റ് ഡിക്രിമെൻ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. പോസ്റ്റ് ഡിക്രിമെൻറ്റ്, പോസ്റ്റ് ഫിക്സ് ആണ്. PTR = PTR - 1 എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ PTRൻ്റെ വാല്യൂ എന്തായിരുന്നു? ഇപ്പോൾ PTR1ൻ്റെ വാല്യൂ നിലവിൽ 1000 ആയിരുന്നു. അതിൽ നിന്നൊന്ന് കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? 4 കുറയുക എന്നാണ്. അപ്പോൾ വാല്യൂ എന്താവും? നമുക്ക് ഇങ്ങോട്ട് എഴുതാം. PTR1 എന്തായി മാറി? 996 ആയിട്ട് മാറി. ആയിട്ട് മാറി. അപ്പോൾ ഇത് അങ്ങനെ ഡിക്രിമെൻറ്റും ഇൻക്രിമെൻറ്റും അത് നമുക്ക് ++ ഓർ മൈനസ് അങ്ങനെ പല നൊട്ടേഷൻ ഉപയോഗിച്ചും പോസ്റ്റ് ഫിക്സ് പ്രീഫിക്സ് നൊട്ടേഷൻ ഉപയോഗിച്ചും അല്ലെങ്കിൽ നോർമൽ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ നമുക്ക് എന്തിൽ ചെയ്യാം? പോയിൻ്ററിൽ ചെയ്യാം. പോയിൻ്റർ അരിത്തമെറ്റിക്കിൽ ഇൻക്രിമെൻറ്റും വരും ഡിക്രിമെൻറ്റും വരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പഠിച്ചത്. സോ നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. മെമ്മറി അലോക്കേഷൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻസ്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ മനസ്സിലായി. കമ്പൈലേഷൻ ടൈമിലാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അറേ എക്സാമ്പിളാണ്. വേസ്റ്റേജ് ഓഫ് മെമ്മറി വരാനുള്ള ചാൻസ് ഉണ്ട്. ഡൈനാമിക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന റൺ ടൈമിലാണ്, എക്സിക്യൂഷൻ ടൈമിലാണ്. ദർ ഇസ് നോ ചാൻസ് ഓഫ് വേസ്റ്റേജ് ഓഫ് മെമ്മറി. ലിങ്ക്ഡ് ലിസ്റ്റ് എക്സാമ്പിളാണ്. പിന്നെ നമ്മൾ ന്യൂ ആൻഡ് ഡിലീറ്റ് ഓപ്പറേറ്ററിനെ കുറിച്ച് കണ്ടു. അലോക്കേഷൻ ചെയ്യുന്നത് പോയിൻ്റർ വേരിയബിളിലേക്ക് ഡൈനാമിക്കായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ന്യൂ, ഡിലീറ്റ് ചെയ്യുന്നത് ഡിലീറ്റ് ഓപ്പറേറ്ററാണ്. 2 യൂണറി ഓപ്പറേറ്റേഴ്സാണ്. അതിൻ്റെ സിൻടാക്സും കാര്യങ്ങളും ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെയാണ് നമ്മളിവിടെ കണ്ടത്. ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇനിഷ്യൽ വാല്യൂ കൊടുത്തിരിക്കുന്നു. ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മെമ്മറി ലീക്ക് ഉണ്ടാവും. മെമ്മറി ലീക്ക് എന്നൊരു സിറ്റുവേഷനാണ്. അതായത് മെമ്മറി ബ്ലോക്ക് കൂടി വരികയും ഫ്രീ മെമ്മറി ഇല്ലാതാകുകയും വരുന്ന കണ്ടീഷനാണ്. ഓക്കെ. അപ്പോൾ നമ്മളെപ്പോൾ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യണം? അത് ഡിലീറ്റ് ചെയ്യണം, മറക്കരുത്. പിന്നെ ഓപ്പറേഷൻസാണ്, അരിത്തമെറ്റിക് ഓപ്പറേഷനാണ് നമ്മൾ പറഞ്ഞത്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. 1 ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിൻ്റർ വേരിയബിളിലേക്ക് 1 ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പാണോ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണോ അതിൻ്റെ സൈസാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. 1 ഡിക്രിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? അതിൻ്റെ ഡാറ്റ ടൈപ്പിൻ്റെ സൈസാണ് ഡിക്രിമെൻറ്റ് ചെയ്യുന്നത്. സോ അതിന് എക്സാമ്പിൾസൊക്കെ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നു. ഒക്കെ ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ നന്നായിട്ട് നോക്കി കണ്ടും മനസ്സിലാക്കിയും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇത്രയും സെക്ഷൻ ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇത്രയും കാര്യങ്ങൾ, വളരെ ചെറിയൊരു സെക്ഷനാണ്, അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അത് എല്ലാവരും നന്നായിട്ട് ഈ വീഡിയോ കണ്ട് വാച്ച് ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.